ദാനിയേൽ 8-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽസർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാനൊരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ സൂസറ്റ് രാജധാനിയിൽ ആയിരുന്നപ്പോ ഞാൻ ഊലായ് നദി തീരത്ത് നിൽക്കുന്ന ദർശനത്തിൽ കണ്ടു. ഞാൻ തല പൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവനും ആരുമില്ല. അതിഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുംകൊറ്റന്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുന്ധിച്ചു, അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് 2ഉം തകർത്ത് കളഞ്ഞു. അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടം കൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പും മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്ത് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലേ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായ് തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണു വീണു. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പരിപരുത്ത കോലാട്ടും കൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പും 1-ാമത്തെ രാജാവും ആകുന്നു. അത് തകർന്ന ശേഷം അതിനു പകരം 4 കൊമ്പ് മുളച്ചതോ. 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടെയല്ല താനും. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാൽ അല്ല താനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ചു നിശ്ചിതയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ടു.
കുറെ ദിവസം ദീനമായി കിടന്നു. അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പുറത്തെ നോക്കി. ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ച് ആർക്കും അത് മനസ്സിലായില്ല താനും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.